പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് പലർക്കും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മുടെ റമദാൻ നോമ്പൊക്കെ അടുത്തു, ഇനി 2-3 ദിവസം മാത്രമേ ബാക്കിയുള്ളൂ. അപ്പോൾ സാധാരണയായിട്ട് റമദാന് മുമ്പ് ഞാൻ ചെയ്തെടുക്കുന്ന കുറച്ച് ജോലികളാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇതുപോലുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നമ്മുടെ നോമ്പിൻ്റെ ഒരു 2-3 ദിവസം മുമ്പ് ചെയ്തു വെക്കുകയാണെങ്കിൽ നോമ്പിന് നമ്മൾ കൂടുതൽ സമയം കിച്ചണിൽ സ്പെൻഡ് ചെയ്യാതെ പെട്ടെന്ന് തന്നെ നമുക്ക് കിച്ചണിലെ ജോലിയൊക്കെ തീർത്ത് നമുക്ക് ബാക്കിയുള്ള ഇബാദത്തൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കൂടുതൽ സമയം കണ്ടെത്താൻ പറ്റും. അപ്പം ഞാൻ ചെയ്യുന്ന കുറച്ച് ജോലികൾ എന്തൊക്കെയാണെന്ന് നോക്കാം. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കല്ലേ. നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് പോകാം. ആദ്യമായിട്ട് ഞാൻ ചെയ്തെടുക്കുന്നത് അരിപ്പൊടി തയ്യാറാക്കിയെടുക്കലാണേ. ഒറോട്ടിക്കുള്ള അരിപ്പൊടിയാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. എല്ലാവർക്കും അറിയാം, കണ്ണൂരുകാർക്ക് നോമ്പിന് മസ്റ്റായിട്ട് വേണ്ട ഒന്നാണ് ഒറോട്ടി. ഒറോട്ടി ഇല്ലാതെ ഒരു നോമ്പ് തുറ ഇല്ല എന്ന് തന്നെ പറയാമല്ലേ. അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും ഉണ്ടാക്കിയെടുക്കേണ്ട ഒന്നാണ് ഈ ഒരു അരിപ്പൊടിയെ. അപ്പോൾ ഒരു 10 കിലോ 15 കിലോ ഒക്കെ നമ്മൾ നോമ്പിൻ്റെ മുന്നോടിയായിട്ട് പൊടിപ്പിച്ച് വെക്കും. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാനിതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല, കാരണം ഇതിൻ്റെ വീഡിയോ ഞാൻ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം നല്ലൊരു ഫീഡ്ബാക്ക് തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. ഇപ്പോഴും മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ കൂടിയാണ്. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് വേണ്ടവർക്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ ആവശ്യമുള്ളവർ അതൊന്ന് കയറി കണ്ട് നോക്കുക. പലരും പല സംശയങ്ങളും അതിൽ ചോദിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാത്തിനും ഞാൻ റിപ്ലൈയും കൊടുക്കുന്നുണ്ട്. അങ്ങനെ അരിയൊക്കെ കഴുകി ഉണക്കാനിട്ടതിന് ശേഷം ഞാൻ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇതൊക്കെ ഒന്ന് പേസ്റ്റാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്, കുറച്ച് മസാലകളൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതെന്തിനാണ് ഞാൻ കാണിക്കുന്നതെന്ന് വെച്ചാൽ, നമുക്ക് കിച്ചണിൽ പെട്ടെന്ന് തന്നെ ജോലി തീർത്തെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു മിക്സിയാണിത്. പ്രീതി സോഡിയാക്കിൻ്റെ മിക്സിയാണ്. അപ്പോൾ ഇതിൽ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ടാക്കാം. അതുപോലെ തന്നെ സവാള, ബാക്കിയുള്ള എല്ലാ വെജിറ്റബിൾസും നമുക്ക് കട്ട് ചെയ്യാനും ചോപ്പ് ചെയ്യാനും അതുപോലെ തന്നെ ഗ്രേറ്റ് ചെയ്യാനും ഒക്കെ പറ്റിയിട്ടുള്ളൊരു മിക്സി ജാറാണിത്. ഇതിന് റേറ്റ് കുറച്ച് കൂടുതലാണ്, 9,000 സംതിങ് ആണ് റേറ്റ് വരുന്നതെങ്കിലും നമുക്ക് കിച്ചണിൽ ഒരു സഹായത്തിനൊരു ആളുള്ളത് പോലെ തന്നെയാണ് ഈ ഒരു മിക്സി ഉണ്ടെങ്കിൽ. അപ്പോൾ ഈ ഒരു മിക്സി ആവശ്യമുള്ളവരുണ്ടെങ്കിൽ ഇതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്, വീഡിയോൻ്റെ താഴെ കൊടുക്കുന്നുണ്ട്. നമുക്കിത് ഫ്ലിപ്കാർട്ടിൽ നിന്നൊക്കെ ഓൺലൈനായിട്ട് വാങ്ങിക്കാൻ പറ്റും. അപ്പോൾ ഇത് പെട്ടെന്ന് കട്ട് ചെയ്യാൻ പറ്റുമെന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് ഇതിൽ കാണിക്കുന്നത്. ഈ ഒരു പ്രീതി സോഡിയാക്കിൻ്റെ മിക്സി വാങ്ങിയ സമയത്ത് ഇതിൻ്റെ അൺബോക്സിങ്ങും യൂസേജും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ ലിങ്കും വേണ്ടവർക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അതിൽ ഞാൻ ഈ ഒരു മിക്സി വെച്ചിട്ട് നമുക്ക് എന്തൊക്കെ ഉപയോഗമുണ്ട് എന്നുള്ളത് വ്യക്തമായിട്ട് ഞാൻ കാണിച്ചിട്ടുണ്ട് കേട്ടോ. അതിനും അത്യാവശ്യം നല്ല ഫീഡ്ബാക്ക് തന്നെയാണ് കിട്ടിയത്. കുറേ പേര് ആ ഒരു ലിങ്കിൽ കയറിയിട്ട് പർച്ചേസ് ചെയ്യുകയും ചെയ്തിട്ടുണ്ടേനു. നല്ല ഉപകാരം എന്നാണ് എല്ലാവരും പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആവശ്യമുള്ളവരുണ്ടെങ്കിൽ വാങ്ങാൻ, നമുക്ക് കൂടുതൽ സവാളയൊക്കെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ നല്ലതാണ്. അപ്പോൾ ഇതിൽ സവാള എങ്ങനെയാണ് കട്ട് ചെയ്തെടുക്കുന്നതെന്ന് കൂടി ഞാൻ കാണിച്ചു തരാം. വെറും മിനിറ്റുകൾ കൊണ്ട് തന്നെ നമുക്ക് 5 കിലോ ഒക്കെ സവാള പെട്ടെന്ന് കട്ട് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. തൊലി കളഞ്ഞതിന് ശേഷം കഴുകിയിട്ട് ഇതിലോട്ട് ഇട്ട് കൊടുത്താൽ മതി. സ്വിച്ച് ഇട്ട് കഴിഞ്ഞാൽ വെറും സെക്കൻഡുകൾ മതി നമുക്ക് 1 കിലോ സവാളയൊക്കെ കട്ട് ചെയ്തെടുക്കാൻ. ഞാനിപ്പോൾ ഒരു 2 കിലോ വരെ സവാളയാണ് കട്ട് ചെയ്തെടുക്കുന്നത്. എനിക്ക് കുറച്ച് മസാലകളൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് വീട്ടിൽ എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ ഉള്ള സമയത്താണെങ്കിൽ, അല്ലെങ്കിൽ കുറച്ച് സ്നാക്സൊക്കെ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഇതുപോലെ പെട്ടെന്ന് തന്നെ നമുക്ക് സവാള കട്ട് ചെയ്തെടുക്കാം. പലരും ഈ ഒരു മിക്സി യൂസ് ചെയ്യുന്നവരുണ്ടാവും, ചെയ്യാത്തവരുണ്ടെങ്കിൽ ആവശ്യമുള്ളവർ ആ ലിങ്കിൽ കയറിയിട്ട് ഒന്ന് പർച്ചേസ് ചെയ്താൽ മതി. ഫ്ലിപ്കാർട്ടിലൊക്കെ നമുക്ക് ഇത് അവൈലബിൾ ആണ് കേട്ടോ. കണ്ടല്ലോ, 1.5 കിലോ വരെ സവാളയാണ് ഞാൻ ഈ ഒറ്റ തവണ തന്നെ കട്ട് ചെയ്തെടുത്തത്. നല്ല പൂ പോലെ നമുക്കിത് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഇതുപോലെ നൈസായിട്ട് വേണമെങ്കിൽ അങ്ങനെ കട്ട് ചെയ്തെടുക്കാം, അല്ലാതെ കുറച്ച് തിക്കായിട്ടാണ് വേണ്ടതെങ്കിൽ അങ്ങനെയും കട്ട് ചെയ്തെടുക്കാം. അതുപോലെ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്യാനും പൊട്ടാറ്റോ, ക്യാരറ്റ് ഇതൊക്കെ നമുക്ക് സ്ലൈസ് ആക്കാനും ഒക്കെ വളരെ ഉപകാരമാണ് കേട്ടോ. കൂടാതെ ഉന്നക്കായൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് പഴം അരച്ചെടുക്കാൻ വേണ്ടിയിട്ടും ചപ്പാത്തിക്കുള്ള മാവ് കുഴക്കാൻ വേണ്ടിയിട്ടും ഒക്കെ ഈ ഒരു മിക്സി നമുക്ക് ഉപയോഗിക്കാം.
അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്, വേണ്ടവർക്ക് ലിങ്ക് താഴെ കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിനി കുറച്ച് മസാലകളാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. നമുക്ക് നോമ്പിന് സ്നാക്സൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഞാൻ ബീഫിൻ്റെ കുറച്ച് മസാല ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. ഇതുപോലെ മസാല ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പല സ്നാക്സുകളും ഉണ്ടാക്കിയെടുക്കാം. കണ്ണൂർ സ്പെഷ്യലായിട്ടുള്ള റോള്, ഇറച്ചിയട, അതുപോലെ തന്നെ എന്ത് സ്നാക്സ് വേണ്ടിക്കലും നമുക്ക് ഈ ഒരു മസാല വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ കുറച്ച് കൂടുതലായിട്ട് തന്നെ ഉണ്ടാക്കി വെക്കുന്നുണ്ട്. കുറച്ച് റോൾ ഉണ്ടാക്കിയെടുക്കണം, അതുപോലെ തന്നെ ബാക്കിയുള്ളത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് നോമ്പിന് എന്തെങ്കിലും സ്നാക്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുക്കാമല്ലോ. അപ്പോൾ സവാള ഞാൻ നന്നായിട്ട് ഉപ്പ് ചേർത്തിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. അതിലോട്ട് പച്ചമുളക് ക്രഷ് ചെയ്തതും ഇഞ്ചി വെളുത്തുള്ളി ക്രഷ് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടി വീണ്ടും നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മുൻകൂട്ടിയിട്ട് നോമ്പിൻ്റെ 2 ദിവസം മുമ്പ് തന്നെ ചെയ്തിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കുകയാണെങ്കിൽ നമുക്ക് സ്നാക്സൊക്കെ ഉണ്ടാക്കിയെടുക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ എടുത്തിട്ട് ഉണ്ടാക്കിയെടുത്താൽ മതി. കൂടുതൽ സമയം നമുക്ക് കിച്ചണിൽ നിൽക്കേണ്ടി വരുന്നില്ല, പെട്ടെന്ന് തന്നെ സ്നാക്സ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. സാധാരണയായിട്ട് ഇതുപോലെ നോമ്പിന് ഉണ്ടാക്കുന്ന സമയത്ത് സവാള കട്ട് ചെയ്യുക, അതുപോലെ മസാല ഉണ്ടാക്കിയെടുക്കുക, സ്നാക്സ് ഉണ്ടാക്കുക, ഇങ്ങനെയൊക്കെ ആകുമ്പോൾ നമുക്ക് കുറേ സമയം അടുക്കളയിൽ നിൽക്കേണ്ടി വരും. അപ്പോൾ ഇതുപോലെ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ സ്നാക്സ് ഉണ്ടാക്കിയിട്ട് സ്റ്റോർ ചെയ്ത് വെച്ച് കഴിഞ്ഞാലൊക്കെ നമുക്ക് ഒരു അരമണിക്കൂർ കൊണ്ട് തന്നെ കിച്ചണിലെ പണികളൊക്കെ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇതിലേക്ക് കുറച്ച് പൊടികളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഗരം മസാല പൗഡർ, കുരുമുളക് പൊടി, ഇതൊക്കെയാണ് ഇട്ട് കൊടുത്തത്. ഇനി വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് പച്ചമണം മാറി വരുമ്പോൾ ബീഫ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ഉപ്പും കുരുമുളക് പൊടിയും കൂടിയിട്ട് വേവിച്ചെടുത്തിട്ടുള്ള ബീഫാണ്. 1/2 കിലോഗ്രാമാണ് എടുത്തിരിക്കുന്നത്. എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നന്നായിട്ടൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് അടച്ചിട്ട് മാറ്റി വെക്കാം. ഇനി ഞാനൊരു ബൗളിലോട്ട് 5-6 മുട്ട പൊട്ടിച്ചിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലോട്ടൊരു 4-5 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുത്താൽ മതിയേ. ഇത് നമുക്ക് ഉന്നക്കായ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഫില്ലിങ് ഉണ്ടാക്കാനാണ്. നമ്മൾ ഫില്ലിങ് തേങ്ങ വെച്ചിട്ടും ഉണ്ടാക്കിയെടുക്കാറുണ്ട്, അതുപോലെ എഗ്ഗ് വെച്ചിട്ടും ഉണ്ടാക്കിയെടുക്കാറുണ്ട്. അപ്പോൾ ആദ്യമായിട്ടാണ് ഞാൻ ഇതുപോലെ മുട്ട വെച്ചിട്ട് ഉന്നക്കായ ഉണ്ടാക്കിയെടുക്കുന്നത്. ആദ്യം ഒരു പാനിലോട്ട് ഒരു ടേബിൾ സ്പൂൺ വരെ ഗീ ഇട്ട് കൊടുത്തിട്ട് കുറച്ച് കാഷ്യൂ നട്ട്സും അതുപോലെ തന്നെ റൈസൻസും കൂടി ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഇനി അതിലോട്ട് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ഒരു മുട്ട കൂടി നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 6 മുട്ടയാണ് എടുത്തിരിക്കുന്നത്. 2 കിലോ പഴം വെച്ചിട്ടാണ് ഞാൻ ഉന്നക്കായ ഉണ്ടാക്കിയെടുക്കുന്നത്. ഇനി ഫ്ലെയിം ഒന്ന് മീഡിയത്തിൽ വെച്ചതിന് ശേഷം പതിയെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. മുട്ട ചിക്കിയെടുക്കുക എന്നൊക്കെ പറയുന്നില്ലേ, അതുപോലെയാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടത്. ചിലരൊക്കെ ഈ ഒരു മുട്ടയിൽ തന്നെ കുറച്ച് തേങ്ങ കൂടി ചേർത്തിട്ട് അങ്ങനെയും ഉണ്ടാക്കിയെടുക്കാറുണ്ട്. ഞാനിപ്പോൾ ഇതിൽ തേങ്ങ ചേർക്കുന്നില്ല. തേങ്ങ ചേർത്തിട്ട് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിപ്പോൾ മുട്ട മാത്രമാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. ഇതുപോലെ നന്നായിട്ടൊന്ന് ഉറച്ചു വരുന്ന സമയത്ത് കുറച്ച് ഏലക്കപ്പൊടി കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ടേനു. അപ്പോൾ അത് ക്യാമറ ഓൺ ചെയ്യാൻ വേണ്ടിയിട്ട് വിട്ടുപോയതാണ്. ഈ ഒരു മുട്ടയുടെ മണമൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഏലക്കായിൻ്റെ പൊടി ഇട്ട് കൊടുക്കുന്നത്. പെട്ടെന്ന് തന്നെ ഈ ഒരു ഫില്ലിങ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. വെറും 2 മിനിറ്റ് മാത്രം മതി. ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്ക് വേറൊരു പാത്രത്തിലോട്ട് മാറ്റി വെക്കാം. ഇനി ഞാൻ അതേ പാൻ തന്നെ വീണ്ടും കഴുകിയെടുത്തിട്ടുണ്ട്. വീണ്ടും ഒരു ടേബിൾ സ്പൂൺ ഗീ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് കാഷ്യൂ നട്ട്സും അതുപോലെ തന്നെ റൈസിൻസും കൂടി ഇട്ടിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട്. ഇത് തേങ്ങയുടെ ഫില്ലിങ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ ഫില്ലിങ് ഉണ്ടാക്കിയിട്ട് തേങ്ങയുടെ ഫില്ലിങ് ഉണ്ടാക്കിയിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ കുറേ കാലമൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും. മുട്ടയുടെ ഇത് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റില്ല കേട്ടോ. ഉന്നക്കായ ഉണ്ടാക്കിയിട്ട് സ്റ്റോർ ചെയ്ത് വെക്കാം, അല്ലാതെ ഫില്ലിങ് നമുക്ക് കുറേ ദിവസമൊന്നും സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റില്ല, കാരണം മുട്ടയാണല്ലോ. അതുകൊണ്ട് ഈ ഒരു തേങ്ങയുടെ ഫില്ലിങ് ഉണ്ടാക്കിയിട്ട് സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതാക്കുന്നത്. നമുക്ക് നോമ്പിനൊക്കെ ഉന്നക്കായ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാമല്ലോ, അതിന് വേണ്ടിയിട്ടാണ്.
അപ്പോൾ ഇതിലോട്ട് ഞാൻ കുറച്ച് പഞ്ചസാര കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കുകയാണ് ചെയ്യേണ്ടത്. ഈ പഞ്ചസാരയൊക്കെ അലിഞ്ഞ് നല്ലൊരു ഇതായിട്ട് വരും, ഒരു ഒട്ടുന്ന പരുവത്തിലായി വരും. അതുപോലെ നമുക്ക് ഫില്ലിംഗ് ഉണ്ടാക്കിയെടുക്കാം. പലർക്കും അറിയാവുന്നത് തന്നെയായിരിക്കും, അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇതുപോലെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഫില്ലിങ്ങും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതും മാറ്റി വെക്കാം. നന്നായിട്ട് തണുത്തതിന് ശേഷം ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിലാക്കിയിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്നതാണ്. ആവശ്യത്തിനനുസരിച്ചിട്ട് നമുക്ക് ഉന്നക്കായൊക്കെ ഉണ്ടാക്കിയെടുക്കാം. ഉന്നക്കായക്ക് മാത്രമല്ല, ബാക്കിയുള്ള ഏത് സ്നാക്സിന് വേണ്ടിയിട്ടും അത് ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ ഇനി ഞാൻ കുറച്ച് റോൾ ഉണ്ടാക്കിയെടുക്കുകയെന്ന്. ഇതിൻ്റെ ഇതിൻ്റെ ബാറ്റർ ഉണ്ടാക്കുന്ന വീഡിയോ ഒന്നും ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. കാരണം റോൾ എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇത് നമ്മൾ മൈദയും മുട്ടയും കുറച്ച് ഉപ്പും ചേർത്തിട്ട് മിക്സിയിൽ വെള്ളവും ചേർത്തിട്ട് അടിച്ചെടുത്തിട്ടാണ് ഈ ഒരു ബാറ്റർ ഉണ്ടാക്കിയെടുക്കുന്നത്. ഈ ഒരു ബാറ്റർ നമുക്ക് കറക്റ്റ് അളവിൽ കിട്ടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്ക് റോൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. ബാറ്റർ റെഡി ആയിട്ടില്ലെങ്കിൽ നമ്മൾ ഇതുപോലെ ചുട്ടെടുക്കുന്ന സമയത്ത് തന്നെ ഈ ഒരു ദോശ പൊട്ടിപ്പോവും, നമുക്കിതുപോലെ ചുരുട്ടിയെടുക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയ ബീഫിൻ്റെ ഫില്ലിങ് ഞാൻ പകുതി മാത്രമാണ് എടുത്തത്. ബാക്കി പകുതി ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. ബാക്കിയുള്ള പകുതി വെച്ചിട്ട് ഇത്രയും റോൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള ഫില്ലിങ് വെച്ചിട്ട് നമുക്ക് സാൻഡ്വിച്ച്, ഇറച്ചിയട ഇതൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു റോള് നമുക്ക് കുറച്ച് കോൺഫ്ലോറിൽ ഡിപ്പ് ചെയ്തെടുത്തതിന് ശേഷം ബ്രെഡ് ക്രംസിലിട്ടിട്ടൊന്ന് കോട്ട് ചെയ്തിട്ട് ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ ഇതുപോലെ ഒന്ന് നിരത്തി വെച്ച് കൊടുക്കുക. ഇത് വെക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഒറ്റ ലെയറാക്കിയിട്ട് വെച്ചിട്ട് മുകളിൽ ബട്ടർ പേപ്പറോ അലൂമിനിയം ഫോയിലോ എന്തെങ്കിലും വെച്ച് കൊടുക്കണേ. അതിനുശേഷം വേണം അടുത്ത ലെയർ എടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെയാകുമ്പോൾ നമുക്ക് ഫ്രീസറിൽ വെച്ചിട്ട് ഇതൊന്ന് കട്ടിയാവുമല്ലോ, അപ്പോൾ എടുക്കാൻ വേണ്ടിയിട്ട് എളുപ്പമായിരിക്കും. അതേപോലെ വെക്കുമ്പോൾ ഒന്നും വെക്കാതെ എല്ലാം ഒരുമിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കുമേ. ഇനി മുകളിലൊരു ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തതിന് ശേഷം എയർ ടൈറ്റ് ആയിട്ട് ഇതൊന്ന് അടച്ച് വെക്കുക. അതിനുശേഷം നമുക്ക് ഫ്രീസറിലോട്ട് മാറ്റാം. ഫ്രീസറിൽ തന്നെ വേണം സൂക്ഷിക്കാൻ വേണ്ടിയിട്ട്, ഫ്രിഡ്ജിൽ വെക്കരുത്. അങ്ങനെയാകുമ്പോൾ പെട്ടെന്ന് ഇത് ചീത്തയായി പോകും. ഇനി ഞാൻ ഉന്നക്കായയാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. പിന്നെ ഒരു കാര്യമുണ്ട്, ഇതെല്ലാം റെസിപ്പിയും ഞാൻ ഒറ്റ ദിവസം ഉണ്ടാക്കിയതല്ല കേട്ടോ. 2-3 ദിവസം വെച്ചിട്ടാണ് ഞാൻ ഈ ജോലികളൊക്കെ ചെയ്തെടുത്തത്. എല്ലാം കൂടി എഡിറ്റ് ചെയ്തിട്ട് ഒറ്റ വീഡിയോ ആക്കിയിട്ട് നിങ്ങൾക്ക് അയച്ചു തരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഉന്നക്കായൊക്കെ ഉണ്ടാക്കിയത് ഒരു ദിവസമാണ്, അതുപോലെ തന്നെ റോൾ ഉണ്ടാക്കിയത് മറ്റൊരു ദിവസമാണ്. അപ്പോൾ ഉന്നക്കായ മുഴുവനായിട്ട് ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. 2 കിലോ പഴം വെച്ചിട്ടാണ് ഞാനിവിടെ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ മുട്ടയുടെ ഫില്ലിങ് ഇവിടെ തീർന്നിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ ആ ഒരു തേങ്ങയുടെ ഫില്ലിങ്ങും ഞാനൊരു പാത്രത്തിലാക്കിയിട്ട് ഫ്രിഡ്ജിലോട്ട് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇതും റോള് ചെയ്തതുപോലെ തന്നെ നമുക്ക് ഒരു കണ്ടെയ്നറിലാക്കിയിട്ട് ഫ്രീസറിലോട്ട് മാറ്റാം. ഇനി അടുത്തതായിട്ട് ഞാൻ വീണ്ടും ഒരു ചെറിയൊരു ഫില്ലിങ് ഉണ്ടാക്കിയെടുക്കുകയാണ്. ഇത് നമുക്ക് കട്ട്ലറ്റ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് കുറഞ്ഞ അളവിൽ മാത്രമേ ഉണ്ടാക്കിയെടുക്കുന്നുള്ളൂ. കാരണം കട്ട്ലറ്റ് ഞാൻ സാധാരണയായിട്ട് കുറേ ദിവസമൊന്നും ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കാറില്ല കേട്ടോ. ഒരു 2-3 ദിവസം കൊണ്ടൊക്കെ ഞാൻ എടുക്കാറുണ്ട്. റോളും കായയുടെ ഒന്നും പോലെയല്ല, കുറേ ദിവസമൊന്നും കട്ട്ലറ്റ് നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റില്ല. അതുകൊണ്ട് കുറച്ച് മാത്രമേ ഉണ്ടാക്കിയെടുക്കുന്നുള്ളൂ. അപ്പോൾ ആദ്യം ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് സവാള, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇതൊക്കെ ഇട്ട് കൊടുത്തിട്ട് പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. ഇതിവിടെ നന്നായിട്ട് വഴന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും അതുപോലെ കുരുമുളക് പൊടിയും ഗരം മസാലയാണ് ഇട്ട് കൊടുത്തത്. ഇനി പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അതിനുശേഷം നമ്മൾ മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്തിട്ട് വേവിച്ച് വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ സവാളയും ചിക്കനൊക്കെ നന്നായിട്ടൊന്ന് യോജിച്ച് കിട്ടണം.
ഒന്ന് അടച്ച് വെച്ചിട്ട് വീണ്ടും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് ഉരുളക്കിഴങ്ങാണ് ഇട്ട് കൊടുക്കണ്ടേ. ഞാനിവിടെ ഒരു 3 ഉരുളക്കിഴങ്ങ് വേവിച്ച് തൊലിയൊക്കെ കളഞ്ഞിട്ട് ഒന്ന് ഉടച്ച് വെച്ചതാണ്. അതുകൂടി ഈ മസാലയിലോട്ട് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. കട്ടയൊന്നും കൂടാതെ നന്നായിട്ട് തന്നെ ഇത് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ പരിപാടി. നമ്മുടെ കട്ട്ലറ്റിനുള്ള ഫില്ലിങ്ങും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് മാത്രമാണ് ഞാൻ ചിക്കൻ വെച്ചിട്ട് ഉണ്ടാക്കിയെടുത്തത്. മറ്റേത് ബീഫ് വെച്ചിട്ടാണ് ഉണ്ടാക്കിയെടുത്തത്. ഇനി കുറച്ച് മല്ലിയില കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് മാറ്റി വെക്കാം. അതിനുശേഷം നന്നായിട്ടൊന്ന് തണുത്തതിന് ശേഷം നമ്മൾ ഇതുപോലെ കയ്യിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. എന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇത് ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഞാനിപ്പോൾ കുറച്ച് വലിയ കട്ട്ലറ്റ് തന്നെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. കുറഞ്ഞ അളവിൽ മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ. ആകെ ഒരു 10-12 എണ്ണം മാത്രമേ ഉള്ളൂ. ഇനി ഒരു ബൗളിലോട്ടൊരു മുട്ട പൊട്ടിച്ചിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിലോട്ടൊന്ന് ഡിപ്പ് ചെയ്തെടുത്തതിന് ശേഷം ബ്രെഡ് ക്രംസിലിട്ടിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതൊക്കെ അധികം പേർക്കും അറിയാവുന്നതായിരിക്കും. ഇത് കുറച്ച് ചെറുതായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പം ഞാൻ കുറച്ച് വലിയ സൈസിൽ തന്നെയാണ് ഉണ്ടാക്കിയെടുത്തത്. ആദ്യം ഒരു പാത്രത്തിൽ കുറച്ച് നമ്മൾ റൊട്ടി പൊടിച്ചതുണ്ടല്ലോ അത് ഇട്ട് കൊടുക്കുക. ഒട്ടിപ്പിടിക്കുന്നത് കൊണ്ടാണ് അങ്ങനെ ഇട്ട് കൊടുക്കുന്നത്. അതിനുശേഷം ഓരോ കട്ട്ലറ്റും ഇതുപോലെ നമുക്ക് ചെയ്തിട്ട് അതിൽ സ്റ്റോർ ചെയ്ത് വെക്കാം. ഇതൊന്ന് കുറേ ദിവസമൊന്നും വെക്കരുത് കേട്ടോ. ഇതൊക്കെ പെട്ടെന്ന് എടുത്തിട്ട് ഫ്രൈ ആക്കി എടുക്കണം. മാക്സിമം ഒരാഴ്ചയൊക്കെ ഇതൊക്കെ വെക്കാൻ പറ്റുള്ളൂ. വെക്കാം, കുറേ ദിവസമൊക്കെ വെക്കാം. പക്ഷേ നമ്മൾ ഉരുളക്കിഴങ്ങും ചിക്കനൊക്കെ ചേർത്തതായതുകൊണ്ട് കുറേ ദിവസമൊന്നും നമ്മൾ വെക്കാറില്ല. നോമ്പ് ഫസ്റ്റിൽ തന്നെ ഇതൊക്കെ നമ്മൾ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കും. പിന്നെ ഞാൻ കുറച്ച് സമൂസ കൂടി ഉണ്ടാക്കിയിട്ടുണ്ടേനു. അപ്പോൾ സമൂസ ഇതുപോലെ സിപ്ലോ കവറിലാക്കിയിട്ടാണ് ഞാൻ ഫ്രീസറിൽ വെക്കുന്നത്. സമൂസ പാത്രത്തിൽ വെക്കുമ്പോൾ നമുക്ക് വലിയ പാത്രം ആവശ്യമായിട്ട് വരും. അപ്പോൾ ഫ്രീസറിൽ വെക്കാനൊക്കെ ബുദ്ധിമുട്ടേക്കും. അതുകൊണ്ട് ഞാൻ ഇതുപോലെ സിപ്ലോ കവറിലാക്കിയിട്ടാണ് വെക്കാമെന്ന് വിചാരിക്കുന്നത്. ഇത് ഉണ്ടാക്കുന്ന വീഡിയോ ഒന്നും ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. കാരണം സമൂസ ഉണ്ടാക്കാനൊക്കെ അധിക പേർക്കും അറിയായിരിക്കും. അറിയാത്തവരുണ്ടെങ്കിൽ അതിൻ്റെ റെസിപ്പി എൻ്റെ ചാനലിലുണ്ട് കേട്ടോ. ഒന്ന് പോയിട്ട് കണ്ടു നോക്കിയാൽ മതി. വെജിറ്റബിൾ സമൂസയാണ് ഉണ്ടാക്കിയെടുത്തത്. ഇതുപോലെ 3-4 വിധത്തിലുള്ള സ്നാക്സ് ഐറ്റംസ് നമ്മൾ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് ഓരോ ദിവസം ഓരോ ഐറ്റംസ് വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കാമല്ലോ. അപ്പോൾ വൈകിട്ട് നമ്മുടെ അരി നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം ഞാൻ കവറിലാക്കിയിട്ട് പൊടിക്കാൻ വേണ്ടിയിട്ട് കൊടുത്തു വിടുന്നുണ്ട്. നമ്മൾ മില്ലിൽ വെച്ചിട്ടാണ് പൊടിപ്പിച്ചെടുക്കുന്നത്. ഇനി അടുത്തതായിട്ട് ചെയ്തെടുക്കുന്ന ജോലി എന്താണെന്ന് വെച്ചാൽ കുറച്ച് മസാലപ്പൊടികളൊക്കെ തയ്യാറാക്കിയെടുക്കുക എന്നുള്ളതാണ്. ഗരം മസാല, കുരുമുളക് പൊടി, പെരിഞ്ജീരകം പൊടിച്ചത്, അതുപോലെ ഏലക്കാപ്പൊടി, ഇതൊക്കെ ഞാൻ ഈ ഒരു നോമ്പിൻ്റെ സമയത്താണ് പൊടിച്ചിട്ട് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. നന്നായിട്ട് കഴുകി ഉണക്കിയെടുത്തതാണ്. അതിനുശേഷം നമ്മൾ ചീനച്ചട്ടിയിലിട്ടിട്ട് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കുക കൂടി ചെയ്യുന്നുണ്ട്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു വർഷമൊക്കെ ഒരു കേടും കൂടാതെ സ്മെല്ലൊന്നും നഷ്ടപ്പെടാതെ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും. ഫ്രിഡ്ജിൽ തന്നെയാണ് വെക്കുന്നത്. എന്നാലും പൂപ്പലൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കുന്നത്. അപ്പോൾ നമ്മൾ കഴുകിയതിൻ്റെ എന്തെങ്കിലും വെള്ളത്തിൻ്റെ അംശങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചൂടാക്കുന്ന സമയത്ത് നന്നായിട്ട് ഡ്രൈ ആവുമല്ലോ. അതിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെയ്യുന്നത്. കുറച്ച് കുരുമുളക് കൂടി ഞാൻ പൊടിച്ചെടുക്കുന്നുണ്ട്. ഇത് ക്യാമറയുടെ ഫ്ലാഷ് കൊണ്ടാണ് ഇതുപോലെ വൈറ്റ് നിറത്തിൽ കാണുന്ന നല്ല കറുത്ത മുളക് തന്നെയാണ് കേട്ടോ. എല്ലാം കൂടി പൊടിച്ചിട്ട് നമ്മൾ മാറ്റി വെക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് തണുക്കണം. അതിന് ശേഷമാണ് മിക്സിയിലിട്ടിട്ട് പൊടിച്ചെടുക്കുന്നത്. അപ്പോൾ എല്ലാം ഞാനിവിടെ സെപ്പറേറ്റ് ആയിട്ട് തന്നെ മാറ്റി വെച്ചിട്ടുണ്ട്. ആദ്യം ഏലക്കായാണ് പൊടിച്ചെടുക്കുന്നത്. ബാക്കിയുള്ള മസാലകളുടെ സ്മെല്ലൊന്നും ഇതിൽ കയറാൻ പാടില്ല. അതുകൊണ്ടാണ് ആദ്യം നമ്മൾ ഏലക്കായ പൊടിക്കുന്നത്. ഇതുപോലെ ഒന്ന് ചൂടാക്കിയിട്ട് പൊടിച്ചെടുക്കുകയാണെങ്കിൽ തൊലിയൊക്കെ നല്ല സ്മൂത്തായിട്ട് നമുക്ക് പൊടിഞ്ഞ് കിട്ടും കേട്ടോ. അപ്പോൾ ഇത് പൊടിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് ഒരു ബട്ടർ പേപ്പറിലോട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം അതേ ടൈമിൽ തന്നെ നമ്മൾ എയർ ടൈറ്റ് ആയിട്ടുള്ള പാത്രത്തിലോട്ട് മാറ്റിയിട്ട് ഇത് അടച്ച് വെക്കണം. അല്ലെങ്കിൽ ഇതിൻ്റെ സ്മെല്ല് പോകും കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മളിത് അടച്ച് വെക്കാൻ ശ്രദ്ധിക്കണേ.
ഇനി കുറച്ച് പെരിഞ്ജീരകമാണ് പൊടിച്ചെടുക്കുന്നത്. ജീരകത്തിൻ്റെ പൊടിയൊക്കെ എൻ്റെ കയ്യിലുണ്ട്, അതുകൊണ്ടാണ് ഇപ്പോൾ പൊടിക്കാത്തത്. കഴിഞ്ഞ പ്രാവശ്യത്തത് തീർന്നിട്ടില്ലായിരുന്നു. അപ്പോൾ ഇതുകൂടി പൊടിച്ചിട്ട് ഇതും നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു പാത്രത്തിലോട്ട് മാറ്റാം. അപ്പോൾ ഇതൊക്കെ എനിക്ക് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കാനുള്ളതാണ്. ഇനി കിച്ചണിലോട്ടുള്ള ആവശ്യത്തിന് ഇതിൽ നിന്നും കുറേശ്ശെ എടുത്തിട്ട് നമ്മൾ സ്പ്രേ ബോട്ടിലുണ്ടല്ലോ, ആ ബോട്ടിലാക്കിയിട്ടാണ് കിച്ചണിൽ വെക്കുന്നത്. അപ്പോൾ തീരുന്ന സമയത്ത് ഫ്രിഡ്ജിൽ നിന്നും എടുത്താൽ മതിയല്ലോ. വർഷത്തിലൊരിക്കലാണ് ഞാൻ ഇതുപോലെ ഉണ്ടാക്കിയെടുക്കുന്നത്. ഞാൻ പാക്കറ്റിലുള്ള ഒരു പൊടികളും ഞാൻ വാങ്ങിക്കാറില്ല, ഞാൻ തന്നെ പൊടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതാകുമ്പോൾ നമുക്ക് നല്ല ടേസ്റ്റും ആയിരിക്കും, അതുപോലെ തന്നെ കെമിക്കലൊന്നും ചേർക്കാതെ നാച്ചുറലായിട്ട് തന്നെ നമുക്ക് ഉപയോഗിക്കാനും പറ്റും. കുറച്ച് മാത്രം നമുക്ക് ഉപയോഗിച്ചാൽ മതി. കടയിൽ നിന്ന് വാങ്ങുമ്പോൾ ഇടുന്നത് പോലെ കൂടുതലൊന്നും ഇടേണ്ടി വരുന്നില്ല. ഗരം മസാലയൊക്കെ 1/4 ടീസ്പൂണും 1/2 ടീസ്പൂണൊക്കെ ഇട്ട് കൊടുത്താൽ മതി, നല്ല ഫ്ലേവറായിരിക്കും. ഇതുപോലെ ചെറിയ ചെറിയ ബോട്ടിലാക്കിയിട്ട് ഞാൻ കിച്ചണിൽ വെച്ചതിന് ശേഷം ബാക്കിയുള്ളത് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ സ്റ്റിക്കർ ഒട്ടിച്ച് കൊടുക്കുന്നത്. പേരെഴുതിയിട്ട് സ്റ്റിക്കർ ഒട്ടിച്ച് കൊടുക്കും. എന്നിട്ട് ഇതുപോലെ ഒരു ട്രേയിൽ വെച്ചിട്ടാണ് ഞാൻ ഫ്രിഡ്ജിൽ വെക്കുന്നത്. അപ്പോൾ ഇനി മസാലപ്പൊടികളൊക്കെ എല്ലാവരും വീട്ടിൽ തന്നെ പൊടിച്ചിട്ട് ഉപയോഗിക്കുക. കടയിൽ നിന്ന് വാങ്ങുന്ന പാക്കറ്റ് മസാലപ്പൊടികൾ പരമാവധി ഒഴിവാക്കാൻ ശ്രമിക്കുക. അങ്ങനെ നമ്മുടെ ഒറോട്ടീൻ്റെ അരിപ്പൊടിയും പൊടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ചൂടൊക്കെ തണുത്തതിന് ശേഷം ഞാൻ എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു ബക്കറ്റിൽ ഇട്ട് വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒറോട്ടീൻ്റെ അരിപ്പൊടിയും പുട്ടുപൊടിയും ഒക്കെ എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്നുള്ള വീഡിയോ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ചെയ്തിട്ടുണ്ട്. ലിങ്ക് വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ ഇത്തരത്തിലുള്ള കുറച്ച് കാര്യങ്ങളാണ് നോമ്പിൻ്റെ മുന്നോടിയായിട്ട് ഞാൻ 2-3 ദിവസം മുമ്പ് ചെയ്തു വെക്കുന്നത്. അപ്പോൾ ഇതൊരു 3 ദിവസമൊക്കെ ചെയ്തിട്ടുള്ള ജോലികളാണ്, എല്ലാം കൂടി ഒരു വീഡിയോ ആക്കിയിട്ട് നിങ്ങളായിട്ട് ഷെയർ ചെയ്തത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ചെറിയൊരു പർച്ചേസിനായിട്ട് വന്നതാണ്. നമ്മുടെ നാട്ടിൽ പുതിയൊരു ഹൈപ്പർ മാർക്കറ്റ് ഉദ്ഘാടനം കഴിഞ്ഞിട്ടുണ്ട്, മെട്രോ ഡെയിലി ഹൈപ്പർ മാർക്കറ്റ്. അപ്പോൾ അവിടെ ഒരു ചെറിയ പർച്ചേസിന് വന്നതാണ്. നോമ്പിൻ്റെ ടൈം ആയതുകൊണ്ട് തന്നെ ഇഷ്ടംപോലെ വെറൈറ്റി ഡേറ്റ്സും നട്ട്സും ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഉദ്ഘാടനം കഴിഞ്ഞ പാടായതുകൊണ്ട് നല്ല ഓഫറുണ്ട്, സാധനങ്ങൾക്കൊക്കെ നല്ല ഓഫർ ഉണ്ടേനു. ചെറിയൊരു പർച്ചേസാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ അടുത്ത് തന്നെയാണ് ഈ ഒരു ഹൈപ്പർ മാർക്കറ്റ് വന്നിരിക്കുന്നത്. ഒരു മാളാണ് കേട്ടോ, മാളിലാണ് ഈ ഒരു ഹൈപ്പർ മാർക്കറ്റ് ഉള്ളത്. ഇത് മുഴുവനായിട്ട് ഓപ്പൺ ആയിട്ടില്ല, പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ഹൈപ്പർ മാർക്കറ്റ് മാത്രമാണ് ഇപ്പോൾ ഓപ്പൺ ആയിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്തു. ഞാനും ഇത്താത്തയും കൂടിയിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇവിടെ ഫാൻസി ഐറ്റംസിനും അതുപോലെ തന്നെ നോൺ സ്റ്റിക്കിൻ്റെ തവ, പത്തിരി തവ, ഇതിനൊക്കെ നല്ല ഓഫറുണ്ട് കേട്ടോ. പ്രഷർ കുക്കർ, ഇതിനൊക്കെ നല്ല ഓഫറുണ്ട്. അതൊന്നും പർച്ചേസ് ചെയ്തിട്ടില്ല, ജസ്റ്റ് ഞാനൊന്ന് വീഡിയോ എടുത്തെന്ന് മാത്രമേ ഉള്ളൂ. പത്തിരി തവ, നോൾട്ടയുടെ പത്തിരി തവക്ക് 999 രൂപയാണ് റേറ്റ് കേട്ടോ. റൗണ്ടിലുള്ളതും അതുപോലെ തന്നെ ചതുരത്തിലുള്ളതും ഒക്കെ ഉണ്ട്. നോൾട്ട നല്ല കമ്പനിയാണല്ലോ, പക്ഷെ കുറച്ച് ചെറുതാണ്, എന്നാലും 999 രൂപയാണ്. ഇതാണ് പത്തിരി തവ കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഞാനൊന്നൊരു വീഡിയോ എടുത്തുന്നേ ഉള്ളൂ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വീഡിയോ ഞാനിവിടെ വൈൻഡ് അപ്പ് ചെയ്യാമെന്ന്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ വീഡിയോ ഉപകാരമെന്ന് തോന്നുകയാണെങ്കിൽ ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കല്ലേ. നിങ്ങളുടെ ലൈക്കിനനുസരിച്ചിട്ടാണ് യൂട്യൂബ് നമ്മളുടെ വീഡിയോ പ്രൊമോട്ട് ചെയ്യുന്നത്. അപ്പോൾ മാക്സിമം എല്ലാവരും ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ പുതുതായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ കൂട്ടുകാർക്കും ഫാമിലിക്കും ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ. അപ്പോൾ ഇൻഷാ അല്ലാ ഇനിയും കാണാം നല്ല നല്ല വീഡിയോകളുമായിട്ട്. അതുവരെ എല്ലാവർക്കും താങ്ക് യു.